നമുക്കറിയാം പ്രധാനമന്ത്രി നല്ലൊരു പ്രാസംഗികനാണ്, നല്ലൊരു ഒറേറ്ററാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന്റെ വാക്ചാതുരി കേരളം ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നതാണ്. പക്ഷേ ഇത്തവണ വന്ന് മടങ്ങുമ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നതുപോലെയോ സംസാരിച്ചതുപോലെയോ ഒക്കെ പ്രധാനമന്ത്രി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടോ? ഡീൽ ആരോപണം BJP അങ്ങേറ്റം പ്രതിരോധത്തിലാക്കി നിൽക്കുകയാണ്. അതിൽ ഞങ്ങളാണ് എ ടീം എന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ പറഞ്ഞ മാവോ ലീഗ് കോൺഗ്രസ് ആരോപണമൊന്നും പ്രധാനമന്ത്രി ഇത്തവണ ഉന്നയിക്കുന്നില്ല. ഇവിടെ ശബരിമല വിഷയം വലിയ BJPക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന പാകത്തിലുള്ള വിഷയമായുണ്ട്. പ്രധാനമന്ത്രി ഒരു വാക്കുകൊണ്ട് പോലും അതൊന്നും സൂചിപ്പിക്കുന്നത് കണ്ടില്ല. എങ്ങനെയാണ് താങ്കൾ പ്രധാനമന്ത്രിയുടെ വരവിനെ നോക്കിക്കാണുന്നത്? ഈ ആരോപണങ്ങളിൽ BJPക്ക് കരുത്തു പകരാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞോ? അതോ ഡീൽ ആരോപണം സംശയിപ്പിക്കുകയാണോ ഈ പ്രധാനമന്ത്രിയുടെ വരവും? പ്രധാനമന്ത്രിയുടെ വരവ് കൊണ്ട് കേരളത്തിൽ BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ മുന്നണിയുടെ ശക്തി വർദ്ധിപ്പിക്കാനോ മുന്നണിക്ക് 4 വോട്ട് കിട്ടാനോ വേണ്ട രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ താങ്കൾ പറഞ്ഞ പോലെ പ്രസംഗ ശൈലി ഉപയോഗിച്ചുകൊണ്ട് കുറച്ചു നേരം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഡീലിനെ കുറിച്ച് മാത്രം അദ്ദേഹം പറഞ്ഞതിന്റെ കാര്യം നമുക്ക് വളരെ കൃത്യമാണ്. കാരണം ഡീൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അപ്പോൾ UDF ഉന്നയിക്കുന്നത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അല്ലെങ്കിൽ UDF BJP കൂട്ടുകെട്ട് എന്നാണെങ്കിൽ തിരിച്ച് UDFകാർ പറയുന്നത് CPM BJP കൂട്ടുകെട്ട് എന്നുള്ളതാണ്. ഈ 2 കാര്യം പുറത്തു വരുമ്പോഴും ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് തിരിയും. കോൺഗ്രസുകാർ പറയുന്നതാണ് അല്ലെങ്കിൽ UDF പറയുന്നതാണ് ശരിയെന്ന് ന്യൂനപക്ഷ വിഭാഗത്തിന് തോന്നിയാൽ BJP പേടി അവർക്കിടയിൽ ശക്തമാണെന്നുള്ള കാര്യം നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ആ വോട്ട് കോൺഗ്രസുകാർ പറയുന്ന അല്ലെങ്കിൽ UDF പറയുന്നതാണ് ശരിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ വോട്ട് അവർക്ക് അനുകൂലമായിട്ട് മാറും. കാരണം CPM-ഉം BJP-യും തമ്മിലൊരു ഒത്തുകളിയുണ്ട് എന്ന് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗം അവർക്ക് ശക്തമായ ഭയമുണ്ട്. അവർക്കറിയാം ഉത്തരേന്ത്യയിലെ പല പ്രശ്നങ്ങളും എന്തെങ്കിലും തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ സ്വന്തം വീട്ടിൽ വെച്ചിട്ടുള്ള ഫ്രിഡ്ജിൽ വെച്ച മാംസം അത് പശുവിറച്ചിയാണ് എന്ന് വ്യാപകമായ തെറ്റായ പ്രചരണം നടത്തിയ ആളെ അടിച്ചുകൊല്ലുന്ന അവസ്ഥ ഉൾപ്പെടെയുള്ളതൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ഒരു ഭയമുള്ളത് കൊണ്ട് ഈ BJP-യോടുള്ള കടുത്ത ഭയമുള്ളത് കൊണ്ട് അവരെന്തായാലും തിരിച്ച് അത് കടുത്ത CPM-കാരാണെങ്കിൽ പോലും അവിടെ UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യും. ഇതേപോലെ LDF പറയുന്നതാണ് ശരി, കോൺഗ്രസും BJP-യും തമ്മിലാണ് ബന്ധം എന്ന രീതിയിലാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും വോട്ടുകൾ ഇപ്പുറത്തേക്ക് മറിയാനുള്ള സാധ്യതയുണ്ട്. ഈ 2 രീതിയിൽ വന്നാലും അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ BJP-കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നഷ്ടപ്പെടുന്ന അവരുടെ അവസരമാണ്. അവരിപ്പോ കണ്ടുവച്ചില്ല ഈ തരത്തിലുള്ള 2026 തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പല നേതാക്കന്മാരും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്ന പോലെ അധികാരത്തിലേക്ക് വരുന്നു. നമ്മൾ അങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ആ ഒരു സങ്കല്പമാണല്ലോ. കെട്ടിപ്പൊക്കുകയാണെങ്കിൽ അതിനപ്പുറത്തെ കാര്യം കെട്ടിപ്പൊക്കേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായിട്ടും അത് നടക്കില്ല എന്ന് അവർക്കറിയാം. പക്ഷെ അവർ ഈ തവണ 4 or 5 സീറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് അവർ കൊണ്ടുവച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. വെറും 3% മുതൽ 6% വരെയൊക്കെ ഉണ്ടായിരുന്ന BJP-യുടെ വോട്ട് ഷെയർ ഈ 140 മണ്ഡലങ്ങളിലും അവർ നന്നായിട്ട് ഉയർത്തിയിട്ടുണ്ട്. പല മണ്ഡലങ്ങളിൽ അവർ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. 1ാം സ്ഥാനത്തിന് അടുത്തെത്തിയ മഞ്ചേശ്വരം പോലുള്ള സ്ഥലങ്ങൾ പോലും ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു BJP പേടി കൊണ്ടാണ് സുരേന്ദ്രൻ ആദ്യ തവണ വളരെ കുറഞ്ഞ വോട്ടിന് മഞ്ചേശ്വരത്ത് തോൽക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. അത് ഡീലൊന്നും ആവണമെന്നില്ല. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ വിത്ത് വിതച്ചാൽ, ഭയത്തിന്റെ വിത്ത് വിതച്ചാൽ അത് എളുപ്പത്തിൽ നടക്കും. ഈ വിത്ത് വിതയ്ക്കാനാണ് 2 മുന്നണികളും UDF-ഉം LDF-ഉം ഒരേപോലെ ശ്രമിക്കുന്നത്. അത് ഒരാൾ ഡീൽ വാദം ഉന്നയിക്കുമ്പോൾ തിരിച്ചുന്നയിക്കാൻ ഇവർ ശ്രമിക്കുന്നത് വെച്ചാൽ ഈ പ്രശ്നം വെച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കുക. ഈ ഭയം തീർച്ചയായിട്ടും BJP-ക്ക് ഉണ്ട്. കാരണം അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള 3, 4 അല്ലെങ്കിൽ 4, 5 സീറ്റുകൾ ആ സീറ്റ് ഇല്ലാതെയായി പോകും. ആ ഒരു ഭയം കൊണ്ടാണ് സത്യത്തിൽ. അപ്പം പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യം ഡീൽ വെച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതാണ് പ്രശ്നം. അതിന് ഇപ്പോൾ ചെറുക്കേണ്ടത് ഇതാണ്. അതല്ലാതെ രീതിയിൽ പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും CPM-നെതിരെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെയോ ഒക്കെ പറയുമ്പോൾ മാത്രം പറഞ്ഞു പോയാൽ അത് രാഷ്ട്രീയ പ്രസംഗം മാത്രമായി തീരും. പ്രധാനമന്ത്രിയുടെ ഈ ശരിയായ രാഷ്ട്രീയ തന്ത്രജ്ഞത ഇവിടെയാണ് നമ്മൾ കാണേണ്ടത്.
അദ്ദേഹം വന്നിട്ട് പ്രധാനമായിട്ട് ഇവിടെ ഉന്നയിക്കുന്ന കാര്യം ഉന്നയിച്ചു. ഇനിയിപ്പോ അതുകൊണ്ട് തന്നെ അത് പൊളിക്കാൻ BJP പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശം ഉണ്ടാക്കാൻ, നമ്മൾ ജയിക്കാൻ സാധ്യതയില്ല, അവിടെ ഡീലുണ്ട് എന്ന രീതിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഡീല് തിരിച്ചു പോകുന്നൊരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളുടെ മനസ്സിന് ഇങ്ങനെ ഈ ശക്തമായി കഴിഞ്ഞാൽ ഉണ്ടാവും തിരിച്ചടിയുണ്ട്. ഈ തിരിച്ചടിയുടെ പ്രശ്നം ഒഴിവാക്കാനാണ് ഇന്നത്തെ ഈ അദ്ദേഹത്തിന്റെ പ്രസംഗം വഴിവെച്ചിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ടൊക്കെ ഇവിടെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന് വെച്ചാൽ കാര്യമായ നേട്ടമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെ ജയിച്ചു പോയ കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ ജയിച്ചതും അതിനു മുമ്പ് ഓരോ ആജോപൻ നേമത്ത് ജയിച്ചൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചു അത് അതിന്റെ കാര്യങ്ങൾ. ഇപ്പൊ തൃശ്ശൂരിലെ ജയത്തെക്കുറിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് സത്യത്തിൽ അവർക്ക് തന്നെ അറിയാം തെറ്റാണെന്നുള്ള കാര്യം. ഈ തൃശ്ശൂരിൽ മുരളീധരൻ തോറ്റപ്പോ മുരളീധരൻ തന്നെ പറഞ്ഞ കാര്യം ആര് തോൽപ്പിച്ചു എന്നാണ് വളരെ കൃത്യമാണ്. ഒരു എന്താണ് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കം, ആ പടലപ്പിണക്കം കൊണ്ട് മാത്രമാണ് തോറ്റതെന്ന് അവിടുത്തെ വോട്ടിന്റെ നില മാത്രം നോക്കിയാൽ, അതായത് സുരേഷ് ഗോപി ജയിക്കുമ്പോൾ അതുണ്ടായ അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷവും LDFന് വോട്ട് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ സുനിൽകുമാറിന് നേരത്തെ സുനിൽകുമാർ കിട്ടിയ വോട്ട് അതിന് മുമ്പത്തെ വോട്ടിനേക്കാൾ കുറവാണ് എങ്കിൽ നമുക്ക് പറയാം LDFകാർ ഒത്തുകളിച്ചു എന്ന ഡീലുണ്ട്. അല്ലെങ്കിൽ പൂരം കലക്കിയ ദേഷ്യത്തിന് LDFന് ആളുകൾ വോട്ട് ചെയ്തില്ല. LDF ഭരിക്കുന്ന സംസ്ഥാനത്ത് ഈ അവര് പൂരം കലക്കിയിട്ടുണ്ടെങ്കിൽ ആ കോൺഗ്രസിന്റെ വോട്ട് പോവില്ലല്ലോ. സുരേഷ് ഗോപി ജയിച്ചതിന് അത്ര തുല്യമായിട്ടുള്ള വോട്ട് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് പോയിട്ടുണ്ട്. നേമത്ത് ഇതേപോലെ കാര്യങ്ങളല്ലേ സംഭവിച്ചത്. അപ്പൊ ഈ ഡീൽ ആരോപണങ്ങളൊക്കെ ഉള്ളത് ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്ന, അത് UDF ചെയ്യുമ്പോഴും LDF ചെയ്യുമ്പോഴും ഒക്കെ ആരോപണവും പ്രത്യാരോപണവും ഒക്കെ നടത്തുന്നതിന്റെ ലക്ഷ്യം ഇപ്പൊ തീർച്ചയായും എന്തായാലും അതിൽ കോൺഗ്രസിന് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിയമം പറഞ്ഞും തൃശൂർ പറഞ്ഞും തിരുവനന്തപുരം കോർപ്പറേഷൻ പറഞ്ഞുമുള്ള മറുപടിയാണ് ഇപ്പോൾ CPM നേതാക്കൾ നൽകുന്നത്. അത് വോട്ട് പോകുന്നത് അവിടെ നിന്നാണ് എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ അതും ഒരു തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ഒരു സന്ദേശമായി മാറുകയാണ്. ശ്രീ നന്ദു, നോക്കൂ, ഇവിടെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു നിർത്തുന്ന കാര്യങ്ങൾ BJPയെ സംബന്ധിച്ച് ആശങ്കയുണ്ടാക്കുന്നതാണോ? ഇവിടെ ഇപ്പോൾ ഡീൽ ആരോപണം എത്തി നിൽക്കുന്നത് PDPയുടെ വോട്ട് SDPI ജമാഅത്തെ ഇസ്ലാമി വോട്ടുകളിലേക്കാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൽ കൃത്യമായ മറുപടി നേതാക്കൾക്ക് പറഞ്ഞു പോകാൻ കഴിയുന്നില്ല. വോട്ട് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നതാണ് നേതാക്കൾ പറയുന്നത്. പൊളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറയുന്നത് ആരെങ്കിലും വോട്ട് ചെയ്യാൻ വന്ന അവരുടെ വോട്ട് ആർക്കാണ് എന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നാണ്. വോട്ട് ആരുടെയാണെങ്കിലും കിട്ടിയാൽ കൊള്ളാം എന്ന നിലപാട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത്. അത് നിങ്ങൾക്കാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യതയുള്ള ഇടത്ത് മഞ്ചേശ്വരം നോക്കിയാൽ 89 വോട്ടിനും 855 വോട്ടിനും 2 തവണ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇത് ചർച്ചയാകുന്നതും. അങ്ങനെ ഒരു ഭീതി നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.